മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് വിഷ്ണു സഹസ്രനാമത്തിൽ 88-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. ശ്ലോകം: സുലഭ സുവ്രത സിദ്ധ ശത്രുജിച്ഛത്രുതാപന ന്യഗ്രോധോദുംബരോശ്വത്ഥാണോരാന്ധ്രനിഷൂദന. ആദ്യത്തെ നാമം സുലഭ എന്നുള്ളത്. ഭഗവാനെ ഭക്തന്മാർക്ക് വലിയ ഇതൊന്നും കൂടാതെ കണ്ട പത്രം, പുഷ്പം, ഫലം, തോയം എന്നൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ എളുപ്പത്തിൽ സിദ്ധിക്കാവുന്നതായിട്ടുള്ള വസ്തുക്കൾ കൊണ്ട് ഭക്തിയോടുകൂടി ഭഗവാനെ ഭജിക്കുമ്പോൾ തന്നെ ഭഗവാൻ സുലഭനാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ സുലഭ എന്ന്. പത്ര പുഷ്പ ഫലാദിഭിഹി, ഫലാദികളെ കൊണ്ട്, പത്രം, പുഷ്പം, ഫലം തുടങ്ങിയവയെ കൊണ്ട്, ഭക്തിമാത്ര സമർപ്പിതൈഹി, ഭക്തി കൊണ്ട് മാത്രം, അതായത് ഭക്തിയോടുകൂടി സമർപ്പിക്കണം, അല്ലാതെ കണ്ട് വെറുതെ കൊണ്ട് സമർപ്പിച്ചു വെച്ചുകൊണ്ടായില്ല. ഭക്തിയോടുകൂടി സമർപ്പിക്കുന്നതായിട്ടുള്ള ഈ നിസ്സാര വസ്തുക്കൾ കൊണ്ട് തന്നെ ഭഗവാൻ സുലഭനാണ് എന്നതുകൊണ്ട് ഭഗവാന് സുലഭ എന്നുള്ളതായ നാമധേയം എന്ന്. രണ്ടാമത്തെ സുവ്രത, ശോഭനമായ വ്രതത്തോടു കൂടിയവൻ എന്ന്. എന്താണ് വ്രതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വസ്തുക്കൾ മാത്രം ഭക്ഷിക്കുക എന്നുള്ളതാവാം, അതല്ലെങ്കിൽ ഒന്നുകിൽ ഭക്ഷിക്കാതിരിക്കുക എന്നുള്ളതാവാം. എന്തായാലും ഭഗവത് സ്മരണയോടുകൂടി ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തി, അത് നേരത്തെ പറയുണ്ടായി. സാത്വികം, രാജസം, താമസം എന്നുള്ളതായിട്ടുള്ള 3 തരത്തിലുള്ളതായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ള സാത്വികമായിട്ടുള്ള ഭക്ഷണം മാത്രം ഭക്ഷിച്ചുകൊണ്ട് അനുഷ്ഠിക്കുന്നത് അങ്ങനെ ഒരു വ്രതം. അതല്ലാതെ കണ്ട് ഒന്നും കഴിക്കാതെ കണ്ട് അനുഷ്ഠിച്ച് കഴിക്കുന്നത്, ഭഗവാനെ ഭജിക്കുന്നത് രണ്ടാമത്തെ മറ്റൊരു വ്രതം. ഇത് ഏതായാലും ശരി, ആ വ്രതം അനുഷ്ഠിക്കുന്നു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ലഭ്യനാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ സുവ്രത എന്ന്. ശോഭനമായിട്ടുള്ള വ്രതത്തോട് കൂടിയവൻ. അപ്പോൾ ഭഗവാനെ പ്രാപിക്കുവാൻ ശോഭനമായിട്ടുള്ള വ്രതം മതി എന്നുള്ളതാണ്. ശോഭനമായിട്ടുള്ള വ്രതം കൊണ്ട് ലഭിക്കാവുന്നവൻ എന്നുള്ളത് കൊണ്ട് സുവ്രത എന്ന്. അങ്ങനെയുള്ളതായിട്ടുള്ള വ്രതത്തെ മുഴുവൻ ഭഗവാൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഭഗവാൻ അങ്ങനെയുള്ളതായിട്ടുള്ള വ്രതത്തെ മുഴുവൻ സ്വീകരിക്കുന്നു എന്ന് വെച്ചാൽ അതിനനുസൃതമായിട്ടുള്ള ഫലം അദ്ദേഹം നൽകുന്നു എന്നുള്ളത്. സിദ്ധ എന്ന്. സിദ്ധ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊന്നിനെയും ആശ്രയിക്കാതെ സിദ്ധമായതുകൊണ്ട് ഭഗവാന് സിദ്ധ എന്ന് പേര്. അതായത് വേറെ ഒന്നിനെയും, സിദ്ധ എന്ന് വെച്ചാൽ മറ്റൊന്നിനെ ആശ്രയിക്കാതെ സ്വതവേ സിദ്ധമാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാന് സിദ്ധ എന്നുള്ളതായ നാമധേയം. ഇനി ശത്രുജിത്ത് എന്ന്. ശത്രുക്കളെ ജയിക്കുന്നവൻ. ഭഗവാന്റെ ദേവന്മാരുടെ അസുരന്മാർ തന്നെ, ശത്രുക്കളായിട്ടുള്ള അസുരന്മാർ തന്നെയാണ് ഭഗവാന്റെയും പ്രധാനമായിട്ടുള്ള ശത്രുക്കൾ. അങ്ങനെയുള്ള ആ ശത്രുക്കളെ മുഴുവൻ ജയിക്കുന്നവനായതുകൊണ്ട് ശത്രുജിത്ത്. നീ ശത്രുതാപനഃ, ശത്രുക്കളെ മുഴുവൻ തപിപ്പിക്കുന്നവൻ എന്നുള്ളത്. അവരെ യുദ്ധം കൊണ്ടോ അല്ലെങ്കിൽ അവരെ വധിച്ചിട്ട് അവരെ തപിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ശത്രു താപനഃ എന്നുള്ളതായിട്ടുള്ള നാമം. ഈ ന്യഗ്രോധ എന്നുള്ളതാണ് മറ്റൊരു നാമം. ന്യഗ്രോധ എന്നുള്ളത്, ന്യഗ്രോധം എന്ന് വെച്ചാൽ വൃക്ഷത്തിനാണ് നിഗ്രോധം എന്ന് പറയണത്. അപ്പം അങ്ങനെ ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ ഒരു ഊർധ്വമൂലം അധശാഖം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതായത് വേരൊക്കെ മുകളിൽ, ശാഖകളൊക്കെ താഴത്തേക്ക്, അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ഗ്രോധവൃക്ഷം പോലെയാണ് ഈ പ്രപഞ്ചം എന്നാണ്. ആ ഊർധ്വമായിട്ടുള്ള ആ മൂലം അത് എത്തിച്ചേരണത് ഭഗവാനിലേക്ക്. ഭഗവാൻ തന്നെയാണ് ആ ഊർധ്വമൂലത്തിൻ്റെ കാരണം എന്നുള്ളതാണ്. ഭഗവാനിൽ നിന്നാണ് ഈ നിഗ്രോധം വളരണത്. അത് ചോട്ടിലേക്ക് വളരണു എന്നുള്ള സങ്കല്പം ഭഗവാൻ ഏറ്റവും മുകളിലാണ് എന്നുള്ളത് കൊണ്ട് ആ നിഗ്രോധം വളരുന്നത് ചോട്ടിലേക്കാണ്. പരന്ന് വ്യാപിച്ച് നിഗ്രോധ പാലൻ്റെ അങ്ങനെയാണല്ലോ, കൊമ്പുകളെ കൊണ്ട്, ശാഖകളെ കൊണ്ട് പരന്ന് വിസ്തൃതമായിട്ട് അങ്ങനെയുള്ളതായിട്ടുള്ളൊരു സങ്കല്പം ഈ പ്രപഞ്ചത്തിനെ കുറിച്ച് ഉള്ളത് കൊണ്ട് അതിന് മൂലമായിട്ടുള്ളതായിട്ടുള്ള ഭഗവാനെ നിഗ്രോധ എന്ന് പറയുന്നു എന്നാണ്. അപ്പോൾ ന്യക്ക് അതിൻ്റെ അർത്ഥം പറയുമ്പോൾ
ഞെക്ക് എന്ന് വെച്ചാൽ താഴത്തേക്ക് എന്നുള്ള അർത്ഥമാണ്. താഴത്തേക്ക് വളരുന്നത് എന്നുള്ളത് കൊണ്ടാണ് ന്യഗ്രോധ എന്നുള്ളതായിട്ടുള്ള നാമം അതിന് കിട്ടിയത്, പേര് കിട്ടിയത് എന്നാണ്. ഈ അവിടെ വ്യാകരണ വിശേഷമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഉദരാദി ഗണത്തിൽപ്പെട്ടതായതുകൊണ്ടാണ് ശബ്ദസാധുത്വം എന്നൊക്കെ പറയുന്നുണ്ട്. പോട്ടെ, എന്തായാലും താഴത്തേക്ക് വളരുന്നത്, മുകളിൽ വേരായിട്ട് താഴത്തേക്ക് വളരുന്നതായിട്ടുള്ള ആ അശ്വത്ഥ വൃക്ഷത്തിൻ്റെ മൂലം ആയിട്ടുള്ളത് കൊണ്ട് നിഗ്രോധ എന്ന് ഭഗവാന് പേര് എന്നാണ്. ഇനി ഉദുംബരഹ എന്ന് അമ്പരത്തിൽ നിന്ന്, ആകാശത്തിൽ നിന്ന് കാരണഭാവേന, ആകാശത്തിൽ നിന്ന് ഭഗവാന്റെ മുകളിലായിട്ട്, അമ്പരത്തിലും മുകളിലായിട്ട് നിൽക്കുന്നു ഭഗവാൻ. അങ്ങനെ അമ്പരത്തിനെയും ബാക്കിയുള്ള തോട്ടിലുള്ള എല്ലാറ്റിനെയും കാരണമായിട്ട് ഭഗവാൻ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഉദംബരഹ, അമ്പരത്തിനും മുകളിലുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഉദംബരഹ എന്നുള്ളതായിട്ടുള്ള നാമം. അമ്പരാത് ഉദ്ധൃത കാരണത്വേന ഇതി ഉദുംബരഹ, അമ്പരത്തിൽ നിന്നും മുകളിലായിട്ട് വർത്തിക്കുന്നവൻ. എങ്ങനെ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാരണമായിട്ട്, അമ്പരത്തിൻ്റെയും ബാക്കി താഴെയുള്ളതായിട്ട് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാരണമായിട്ട് വർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഉദംബരഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഭഗവാന് എന്ന്. അടുത്തത് അശ്വത്ഥ എന്ന്, അശ്വത്ഥ വൃക്ഷമായിട്ട് നേരത്തെ തന്നെ പറഞ്ഞതുമാതിരി അശ്വത്ഥ വൃക്ഷമായിട്ട് ഇതിനെ സങ്കല്പിക്കുന്നുണ്ട്. അത് ഒരു മറ്റൊരു വ്യാഖ്യാനം ഇവിടെ പറയുന്നുണ്ട്. സ്വോപി ന സ്ഥാത ഇതി അശ്വത്ഥ, ശോഭി ന സ്ഥാത എന്ന്. സംസാരം എന്നുള്ളതായിട്ടുള്ള വൃക്ഷം പറഞ്ഞില്ല നേരത്തെ. ആ സംസാര വൃക്ഷം എന്നും നിലനിൽക്കണതല്ല എന്നുള്ളതാണ്. അത് ഒരു പ്രാതിഭാസികയാണെന്ന് നേരത്തെ, പ്രപഞ്ചം മുഴുവൻ പ്രാതിഭാസികയാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ സംസാരമാകുന്ന വൃക്ഷം അതും പ്രാതിഭാസികമാണ്, അത് സ്ഥിരമല്ല എന്നുള്ളത് കൊണ്ട് അശ്വത്ഥ, അതിന് മൂലകാരണമായിട്ടുള്ളത് കൊണ്ട് ഭഗവാന് അശ്വത്ഥ എന്ന്. സംസാര വൃക്ഷത്തിൻ്റെ ആ ആലിൻ്റെ, അശ്വത്ഥ വൃക്ഷത്തിൻ്റെ കാരണം ഭഗവാനാണ് എന്നുള്ളത് കൊണ്ട്, ഭഗവാൻ അതിൻ്റെ മൂലമാണ് എന്നതുകൊണ്ട് അതിൻ്റെ ഊർധ്വമൂലം മുകളിലേക്കാണ്, വേര് ചുവട്ടിലേക്കാണ് ഈ മഹാവൃക്ഷം വളരണത്. അങ്ങനെയുള്ളത് കൊണ്ട് ഭഗവാനെ അശ്വത്ഥ എന്ന് പറയുന്നു. ആ അശ്വത്ഥ വൃക്ഷത്തിന് കാരണമായതുകൊണ്ട് ഭഗവാനെ അശ്വത്ഥ എന്ന് പറയുന്നു എന്നാണ്. ശ്വഹ എന്നൊരു അശ്വത്ഥ ശബ്ദത്തിനൊരു ഇതും കൂടി പറഞ്ഞു. ശ്വഹ എന്ന തിഷ്ഠതി ഇതി അശ്വത്ഥ, നാളേക്ക് നിൽക്കില്ല. നാളെ വെച്ചാൽ ഭാവിയിൽ ഉണ്ടാവില്ല, അത് പെട്ടെന്ന് നശിക്കുന്നതാണ് ഈ അശ്വത്ഥ വൃക്ഷം എന്നുള്ളത് കൊണ്ട് അശ്വത്ഥത്തിൻ്റെ പന്തലിച്ച് നടക്കുന്നതായിട്ടുള്ള ആ പ്രപഞ്ചം നശിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ മൂലകാരണമായിട്ടുള്ള ഭഗവാന് അശ്വത്ഥ എന്നുള്ളതായിട്ടുള്ള നാമധേയം. അടുത്തത് ചാണൂരാന്ധ്ര നിഷൂദനഃ. ചാണൂരാന്ധ്ര നിഷൂദനഃ, ചാണൂരൻ എന്നുള്ളതായിട്ടുള്ള ആന്ധ്രദേശക്കാരനെ വധിച്ചു എന്നുള്ളത് കൊണ്ട് ചാണൂരാന്ധ്ര നിഷൂദന. ആന്ധ്രദേശം എന്നില്ല, ആന്ധ്രജാതി, ആന്ധ്ര എന്നുള്ളതായിട്ടൊരു ജാതിയുടെ പേരായിട്ടാണ് പറയണത്. അപ്പം അങ്ങനെ ചാണൂരൻ എന്ന ആന്ധ്രജാതിക്കാരനെ വധിച്ചു എന്നുള്ളത് കൊണ്ട് ഭഗവാന് ചാണൂരാന്ധ്ര നിഷൂദനഃ എന്നുള്ളതായിട്ടുള്ള നാമധേയം. സുലഭ സുലഭ, വേഗത്തിൽ ലഭിക്കത്തക്കവൻ. സുവ്രത, ശോഭനമായിട്ടുള്ള വ്രതത്തോടു കൂടിയവൻ. സിദ്ധ, മറ്റൊന്നിനെയും ആശ്രയിക്കാതെ സിദ്ധമായതുകൊണ്ട് ഭഗവാന് സിദ്ധ എന്ന് പേര്. സിദ്ധ ശത്രുജിത്ത്, ശത്രുതാപന, ശത്രുജിത്ത് ശത്രുക്കളെ ജയിക്കുന്നവൻ. ശത്രുതാപന, തപിപ്പിക്കുന്നവൻ, ശത്രുക്കളെ തപിപ്പിക്കുന്നവൻ. നിഗ്രോധ, നിഗ്രോധ വൃക്ഷം പ്രപഞ്ചവൃക്ഷത്തിൻ്റെ കാരണമായിട്ടുള്ളത് കൊണ്ട് അതിന് നിഗ്രോധ എന്ന് പേര്. ഉദുംബരഹ എന്നുള്ളത് അമ്പരത്തിൽ നിന്ന് മുകളിലായിട്ട്, ആകാശത്തിൽ നിന്നും മുകളിലായി വർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഉദുംബരഹ എന്ന നാമധേയം. അശ്വത്ഥ, അശ്വത്ഥ വൃക്ഷത്തിന് മൂലമായിട്ടുള്ളത് കൊണ്ട്, അതായത് പ്രപഞ്ചാത്മകമായിട്ടുള്ള അശ്വത്ഥ വൃക്ഷത്തിന് മൂലകാരണമായതുകൊണ്ട് അശ്വത്ഥ എന്ന് നാമം. ചാണൂരാന്ധ്ര നിഷൂദന, ചാണൂരൻ എന്ന ആന്ധ്രജാതിക്കാരനെ വധിച്ചതുകൊണ്ട് ചാണൂരാന്ധ്ര നിഷൂദന, നിഷൂദന കൊല്ലുന്നവൻ, കൊന്നവൻ എന്നുള്ള അർത്ഥം എന്ന് പേര്. സുലഭ സുവ്രത സിദ്ധ ശത്രുജിത് ശത്രുതാപന നിഗ്രോധോദുംബരോശ്വത്ഥ ചാണൂരാന്ധ്ര നിഷൂദന.